നമസ്കാരം. 1202 ആണ്ട് ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂലം നക്ഷത്രക്കാർക്ക് വ്യാഴം 8ഉം 9ഉം ഭാവങ്ങളിലും, ശനി 4ലും 5ലുമായിട്ടും, രാഹു 3ലും 2ലും ഭാവത്തിലും ഗോചരം ചെയ്യുന്ന വർഷമാണ്. ഇതുവരെ ലഭിക്കാതിരുന്ന പൈതൃക സ്വത്തുക്കളൊക്കെ, ഇത്രയും വർഷമായിട്ടൊക്കെ കാത്തിരുന്നിട്ട് കിട്ടാതിരുന്ന പൈതൃക സ്വത്തുക്കളൊക്കെ ലഭ്യമാകുന്നതാണ്. ഷെയർ പോലെയുള്ള ഊഹക്കച്ചവടത്തിൽ നിങ്ങൾക്ക് ആദായം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനായിട്ട് യോഗം കാണുന്നു. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം ധാരാളം. ദാമ്പത്യ സുഖം, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുക. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കൂടുതൽ ഗുണാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വർഷമാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാനൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. വാഹന ഉപയോഗം സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനായിട്ട്. വിമർശനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ അറിയാതെ ചെന്നുപെടുകയും അതിന് നിങ്ങളും കൂടെ ഭാഗവത്താകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആരോഗ്യകാര്യത്തിൽ മധ്യപ്രായം കഴിഞ്ഞവർ, ഒരു 50, 55, 60 വയസ്സിന് ശേഷം മധ്യപ്രായം കഴിഞ്ഞവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ഷുഗർ പോലെയുള്ള രോഗമുള്ളവർക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ധാരാളം യാത്രാ ചെലവുകളും സന്താനങ്ങൾക്ക് വേണ്ടി പണച്ചെലവുകളും ഒക്കെ നിങ്ങൾക്ക് അധികരിക്കേണ്ടി വരുന്നൊരു വർഷമാണ്. വിദേശത്ത് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വിദേശ തൊഴിൽ ലഭ്യമാകുന്നുണ്ട്. പുതിയ തൊഴിലൊക്കെ കിട്ടാനൊക്കെ സമയം സാഹചര്യമൊക്കെ വന്നു ചേരുന്നതാണ്. വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറാനാണ് സാധ്യത. അതുകൊണ്ട് സ്വന്തം സംസാരം മൂലം പലവിധ കഷ്ടനഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നുപെടാം. കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് ഹനുമാന് യഥാസ്ഥിതി വഴിപാട് നടത്തുക, ദുർഗാ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും.